ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ കുമാരോപ്പിൻ്റെ ക്ലാസ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് ഒരു ക്ലാസ് മാത്രം, ബിഷപ്പുമാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് മാത്രമേ നമ്മൾ സ്കിപ്പ് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 15 പാഠങ്ങളാണ്, അത് കഴിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനും കൂടെ നമ്മൾ ഇന്നത്തെ റിവിഷനിൽ നമ്മളെടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ് എടുത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡുകൾ കൃത്യമായിട്ട് ഒന്നും കൂടെ കണ്ടു നോക്കുക. എത്ര തവണ വേണേലും മനസ്സിലാകുന്ന അത്രയും ടൈം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ബുക്ക് ഈ വർഷം ഉണ്ടല്ലോ, അപ്പോൾ ആ വർക്ക് ബുക്കും കൂടെ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാകും. അത് ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്കുള്ള ഔദ്യോഗിക നോട്ടിഫിക്കേഷൻസുകളെല്ലാം എക്സാമിൻ്റെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ജസ്റ്റ് പഠിച്ചു പോയ ഭാഗങ്ങളൊന്ന് ഓവറോളൊന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മളിന്നിവിടെ കൂടിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ആയിരിക്കുന്ന സാധനങ്ങളിൽ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാനായിട്ട് കൈകൂപ്പിയിരിക്കുക. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വീണ്ടും ഒരു ദിവസം കൂടെ അങ്ങയുടെ പാദപ്പെടുത്തേക്ക് ഞങ്ങൾക്ക് വരുവാനും കർത്താവെ അങ്ങേ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും ഈ തന്നയും കൃപയ്ക്ക് വേണ്ടി നിയമം ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവെ, കൊറോണ വൈറസ് ഈ ലോകത്തായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ദൈവം ഞങ്ങൾ കൃത്യമായിട്ട് സൺഡേ സ്കൂളിൽ ഈ വർഷം വരുവാനോ പഠിക്കാനോ ഒന്നും സാധിച്ചില്ല. എന്നാലും ദൈവം അങ്ങ് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ദൈവം ഞങ്ങൾക്ക് യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ഞങ്ങൾക്ക് അവസരം തന്നു. ധാരാളം കൂട്ടുകാർക്ക് ഞങ്ങൾക്കത് ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിച്ചു. കർത്താവ്, ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും ദൈവം ഞങ്ങളുടെ നാമകത്വത്തിനായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ദൈവം നിങ്ങൾ പഠിക്കാൻ പോകുന്ന റിവിഷൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വളരെ നന്നായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. പ്രാർത്ഥനയുടെ സ്ഥിതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 3 പാഠങ്ങളായിരുന്നു നമ്മൾ റിവൈൻഡ് ചെയ്തത്. ഇന്ന് നമ്മളിപ്പോൾ റിവൈൻഡ് ചെയ്യാൻ പോകുന്നത് 4ാമത്തെ പാഠമാണ്. അതാണ് പാരാക്ലീറ്റ് എന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? പാരാക്ലീറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു അന്ന് നമ്മൾ പഠിച്ച പാഠത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. യോഹന്നാൻ 14-ന്റെ 15 മുതൽ 27 വരെയും 16-ന്റെ 7 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ആരാണ് പരിശുദ്ധാത്മാവ്, എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളന്ന് കണ്ടത്. അപ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും, പരിശുദ്ധാത്മാവ് പാരാക്ലീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രീക്ക് പദമാണ്. അതിന് കാര്യസ്ഥൻ എന്ന് പറയുന്ന അതിൻ്റെ വേർഡ്സ്, അതിൻ്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് ആശ്വാസപ്രദൻ, കാര്യസ്ഥൻ, സത്യത്തിൻ്റെ ആത്മാവ്, ഉപദേശകൻ, മധ്യസ്ഥൻ, ഇൻ്റർമീഡിയേറ്റർ, ഇങ്ങനെ പല പല പേരുകളിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അന്ന് ഓർക്കുന്നുണ്ടാവും, ഗ്രീക്ക് വേർഡ് പാരാക്ലീറ്റ് എന്ന് പറഞ്ഞാൽ കാര്യസ്ഥൻ എന്നുള്ള വാക്കാണ് അതിൽ ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ ലാറ്റിൻ പദമായിരുന്നു എന്ന് പറയുന്നത് അഡ്വക്കേറ്റ്, നമ്മൾ വക്കീൽ എന്ന് പറയുന്നത് അല്ലേ, ഈ അഭിഭാഷകൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ്? യേശു ക്രിസ്തു ക്രൂശീകരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ യേശുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ കാര്യസ്ഥൻ, മധ്യസ്ഥനായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ദൈവത്തിനും മധ്യയെ ആക്കിയിരിക്കുന്ന ആളായിരുന്നു ആരെന്ന് പറയുന്നത്. അതിനെയാണ് പാരാക്ലീറ്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. യേശു സ്വർഗത്തിലെ പാരാക്ലീറ്റാണ്, മധ്യസ്ഥനാണ്. ആർക്ക്? ദൈവത്തിനും നമുക്കും ഇടയിൽ അല്ലേ, പിതാവിനും ഈ ലോകത്തിനും ഇടയിലുള്ള മധ്യസ്ഥനാണ് ആര്? യേശു എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിനും ഈ ലോകത്തിനും ഇടയിലുള്ള മധ്യസ്ഥനായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മൾ അന്ന് കണ്ടത് അഭിഭാഷകൻ്റെ അല്ലെങ്കിൽ അഡ്വക്കേറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു? അതായത് കൽപ്പനകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഏതായിരുന്നു? സ്വാതന്ത്ര്യം ഉറപ്പാക്കൽ, ഐക്യം സംരക്ഷിക്കൽ, നിയമങ്ങൾ പഠിപ്പിക്കൽ, സത്യസന്ധമായി വാദിക്കൽ, നീതിന്യായപീഠത്തെ ചോദ്യം ചെയ്യാതിരിക്കൽ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാതിരിക്കൽ, നീതിന്യായ പീഠത്തെ സഹായിക്കൽ, സഹായത്തിന് വിളിച്ച ആളെ സഹായിക്കൽ, ഇവയൊക്കെ ആയിരുന്നു പാരാക്ലീറ്റിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അന്ന് ഒരു കാര്യം, പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാരാക്ലീറ്റിൻ്റെ പ്രായോഗിക അർത്ഥങ്ങൾ എന്തെല്ലാമാണ് അല്ലേ, പ്രാക്ടിക്കലായിട്ടുള്ള അതിൻ്റെ മീനിങ് എന്നുള്ളതായിരുന്നു. സഹായത്തിന് വിളിക്കപ്പെടുന്ന ആൾ അഥവാ അഭിഭാഷകൻ എന്നാണ് നമ്മൾ വിളിച്ചത്. പിന്നെ
മധ്യസ്ഥൻ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയേറ്ററായിട്ട് നമ്മൾ പഠിച്ചു. പിന്നെയാണ് ആശ്വാസദായകൻ. അതായത് ആശ്വാസദായക ശുശ്രൂഷ യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ നമുക്ക് വേണ്ടി ആര് ചെയ്യുന്നു? പാരാക്ലൈറ്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ. ഈ പാരാക്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പരിശുദ്ധാത്മാവാണെന്ന് ഓർത്ത് വെച്ചോളുക. പിന്നെ പറയുന്നതാണ് അപ്പോസ്തലിക സാക്ഷ്യത്തിന് വേണ്ടി സജ്ജമാക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന പാരാക്ലൈറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിച്ചത്. അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം എന്നുള്ളൊരു പോർഷൻ നമ്മളതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ളതുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം എന്താണ് എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടേ ഉള്ളൂ. പാരാക്ലീറ്റ് എന്നായിരുന്നു. യേശുവിൻ്റെ മരണശേഷം ശിഷ്യന്മാർക്ക് പാരാക്ലീറ്റ് പകർന്നു നൽകിയത് എന്താണ്? 3 കാര്യങ്ങളായിരുന്നു. പ്രത്യാശ, ഉണർവ്, ധൈര്യം, അല്ലേ? 3 കാര്യങ്ങളായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിനാൽ പാരാക്ലീറ്റ് അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? ഓർത്തോളൂ, മധ്യസ്ഥൻ എന്ന് പറയുന്ന ഇതാണ്. ശരിയല്ലേ? അതായത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി വാദിക്കുന്നത്, അല്ലേ? നമുക്ക് വേണ്ടി നമ്മുടെ സൈഡ് പറയുന്നതിന് വേണ്ടി ഒരു മധ്യസ്ഥനായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? പാരാക്ലൈറ്റ് പ്രവർത്തിക്കുന്നത്. പിന്നെ ശരിയോ തെറ്റോ എന്നുള്ളത് കണ്ടായിരുന്നു. കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർക്ക് അവൻ പാരാക്ലീറ്റ് ആയിരിക്കും. ശരിയോ തെറ്റോ? യേശുവിനെ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നവർക്ക് മധ്യസ്ഥനാണെന്നുള്ളത്, പരിശുദ്ധാത്മാവ് മധ്യസ്ഥനാണെന്നുള്ളത് ശരിയാണ്. പിന്നെയുള്ളത് പരിശുദ്ധാത്മാവ് എല്ലാവർക്കും സഹായകനാണെന്നുള്ളത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്, അല്ലേ? അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് നമ്മൾ വിളിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് വരത്തുള്ളൂ. അല്ലാതെ നമുക്കൊരു പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് വെച്ചാൽ നമ്മൾ എടുത്തോട്ട് വരാറില്ല. നമ്മൾ വിളിക്കുമ്പോൾ മാത്രമാണ് അവർ വരുന്നത്. പിന്നെയാണ് പാരാക്ലീറ്റ് ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്ന മധ്യസ്ഥനാണെന്നാണ് പറയുന്നത്. ശരിയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് മധ്യസ്ഥൻ ആവുകയില്ല എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. നമുക്ക് വേണ്ടി ഓൾവേസ് പാരാക്ലൈറ്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് മധ്യസ്ഥനാണ്. പിന്നെയുള്ള രണ്ടോ മൂന്നോ വാക്യങ്ങളിൽ ഉത്തരം എഴുതേണ്ടതായിരുന്നു. പാരാക്ലൈറ്റിൻ്റെ പ്രായോഗിക അർത്ഥങ്ങൾ എന്തെല്ലാം, ഭൂമിയിൽ പാരാക്ലൈറ്റ് ചെയ്യുന്നത് എന്തെല്ലാം, അഭിഭാഷകൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം. ഇത് ഓൾറെഡി നമ്മൾ നോട്ട്സ് ഒന്നും തന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ഫോട്ടോ എടുത്തിട്ട് അതൊരു PDF ആയിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ തന്നോളാം. ഓക്കെ, ഇത്രയായിരുന്നു 4ാമത്തെ പാഠത്തിൽ പഠിച്ചത്. പിന്നെ 2ാമത്തെ പാഠത്തിൽ ഏതായിരുന്നു? 2ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പാഠം 5 കഷ്ടപ്പെടുന്ന ദാസൻ എന്നുള്ളതായിരുന്നു. അതായത് കഷ്ടപ്പെടുന്ന ദാസൻ എന്ന വിശ്വാസ വീക്ഷണം മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ച 2ാമത്തെ പാഠം എന്ന് പറയുന്നത്. അതായത് യേശുവിനെ വേദപുസ്തകത്തിൽ പല പല പേരുകളിലാണ് പല അധ്യായങ്ങളിലായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ നമ്മൾ പറഞ്ഞേക്കുന്നതായിരുന്നു ഏതൊക്കെയാണ്? മശിഹ, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, കർത്താവ്, വചനം, മഹാപുരോഹിതൻ, അവസാനത്തെ ആദം, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, കഷ്ടപ്പെടുന്ന ദാസൻ, ഇമ്മാനുവേൽ, നിത്യപിതാവ്, സമാധാന പ്രഭു, നല്ല ഇടയൻ. ഇങ്ങനെ കുറേ ഏറെ പേരുകളിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്? നമ്മൾ യേശുവിനെ വേദപുസ്തകത്തിൽ പല പല സ്ഥലങ്ങളിലായിട്ട് പ്രതിനിധീകരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ കഷ്ടപ്പെടുന്ന ദാസനെ കുറിച്ചുള്ള ഒരു പരാമർശം കാണുന്നത് യെശയ്യാവ് 53-ാം അധ്യായത്തിലായിരുന്നു എന്ന് നമ്മളന്ന് പഠിച്ചു. അതായത് യേശു ഈ ലോകത്തിലായിരുന്ന സമയത്ത് ധാരാളം കഷ്ടപ്പാടുകളിലൂടെയും വേദനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോയത്. ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ് യേശുപ്പച്ചൻ സഹിച്ചത്. അവസാനം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായതും അതിനു വേണ്ടി തന്നെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. പിന്നെ അതിനകത്ത് കഷ്ടപ്പെടുന്ന ദാസൻ യേശു, കഷ്ടപ്പെടുന്ന ദാസൻ പ്രവചനത്തിൽ എവിടെയൊക്കെയാണ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പിന്നെ അതിൻ്റെ ആൻസർ സെക്ഷൻ ഉണ്ട്, അത് ഞാനത് ഫോട്ടോ എടുത്തുകൊണ്ട് തന്നോളാം. പിന്നെ അതിനകത്ത് 1 പത്രോസ് 2:24 ഒരു വചനമുത്ത് മനപ്പാഠവാക്യം ഉണ്ടായിരുന്നു. പിന്നെ പാഠം 6 നമ്മൾ കണ്ടത് സ്നാനം എന്നുള്ളതായിരുന്നു. സ്നാനം എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന യവന പദമാണ് എന്താണ്? ബപ്തിസ്മ എന്ന് പറയുന്നത്. ഇതിനെ നനയ്ക്കുക, തളിക്കുക, മുക്കുക എന്നേ അർത്ഥമുണ്ട്. ഇത് എക്സാമിന് വരും, നോട്ട് ചെയ്തോളുക, പഠിച്ചോളുക കേട്ടോ. ഇത് ഉറപ്പായിട്ടും വരുന്നതാണ്. സ്നാനം എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന യവന പദത്തിൻ്റെ പേരാണ് ബപ്തിസ്മ, അല്ലേ? സ്നാനപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഓർക്കുക, ബപ്തിസ്മപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ എന്താണ്? ഇത് ശരീര ശുദ്ധീകരണത്തെയാണെന്ന് സൂചിപ്പിക്കുന്ന പറഞ്ഞു. ഇതൊരു കൂദാശയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്?
ഈ ലോകത്ത് ജനിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ഈ ലോകത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നും ജീവിത രീതികളിൽ നിന്നൊക്കെ മാറ്റപ്പെട്ട് ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും അതിലൂടെ പരിശുദ്ധാത്മാവ് പ്രാപിക്കുകയും ചെയ്യുന്നതിൻ്റെ ബാഹ്യ അടയാളമാണ് എന്നെന്ന് പറയുന്നത് സ്നാനമെന്ന് അഥവാ ബപ്തിസ്മ എന്ന് പറയുന്നത്. നമ്മൾ യേശുവിനെ സന്ദർശിച്ച് സ്വീകരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെയാണ് അതിനകത്ത് ആൻസറുകൾ കുറച്ചുണ്ട്. പദപ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. പദപ്രശ്നം നിങ്ങൾക്ക് എക്സാമിന് സാധ്യതയില്ല. പിന്നെയുള്ളത് പാഠം 7 തിരുവത്താഴം അഥവാ ഓർമ്മ പുതുക്കൽ എന്നുള്ളതായിരുന്നു അന്ന് നമ്മൾ പഠിച്ചത്. പാഠം 7 തിരുവത്താഴം ഓർമ്മ പുതുക്കൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? അപ്പോസ്തല കാലം മുതൽ ക്രൈസ്തവ സഭയിൽ ആചരിച്ചിരുന്ന ഒരു സുപ്രധാനമായ കൂദാശയാണ് എന്തെന്ന് പറയുന്നത്? കർത്താവിൻ്റെ അത്താഴം എന്ന് പറയുന്നത്. ഈ കൂദാശയാണ് യൂക്കറിസ്റ്റ് എന്ന ഇംഗ്ലീഷ് വേർഡിൽ അറിയപ്പെടുന്നത്. അതും പഠിച്ചോളാം കേട്ടോ. ഈ പദങ്ങൾ ഏതൊക്കെ ലാംഗ്വേജുകളിൽ നിന്നാണ് ഇതെല്ലാം ഉരുത്തിരിഞ്ഞ് വന്നതെന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരുന്നോളുക. യൂക്കറിസ്റ്റ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് എന്ത് വന്നത്? ഈ പറയുന്ന ഈ തിരുവത്താഴം വന്ന കൂദാശ അല്ലേ ഈ വേർഡ് വന്നത്. യൂക്കറിസ്റ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് യൂക്കറിസ്റ്റ് എന്ന പദം ഉണ്ടായത്. ഈ പദത്തിന് വിശുദ്ധ അത്താഴം, തിരുവത്താഴം, കർത്താവിൻ്റെ അത്താഴം എന്നീ അർത്ഥങ്ങൾ കാണാം. ഓക്കെ. പിന്നെ പറയുന്നത് എന്താണ്? വേദപുസ്തകത്തിൽ ഇങ്ങനെ വേർഡ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തിരുവത്താഴം പഴയ നിയമത്തിൽ എന്താണ്, തിരുവത്താഴത്തെക്കുറിച്ച്, പെസഹ ഓർമ്മ പെരുന്നാളിനെക്കുറിച്ച്, പുറപ്പാട് 12 യൂക്കറിസ്റ്റ് ആരംഭത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. തിരുവത്താഴം പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുവന്നതിൻ്റെ ചില ദിവസങ്ങളിലായിട്ട് പെസഹ ആചരിക്കുന്നതായിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ സ്ഥിരീകരണം അഥവാ കൺഫർമേഷൻ എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചത്. കൺഫർമേഷൻ എന്ന ഇംഗ്ലീഷ് പദത്തിന് സ്ഥിരീകരണം, ദൃഢീകരണം, ഉറപ്പിക്കൽ എന്നീ അർത്ഥങ്ങളുള്ളതായിട്ട് നമ്മളന്ന് പഠിച്ചു അല്ലേ. പിന്നെ ഇതിൻ്റെ അത് പറയുന്നതാണ് ഒരു വിശ്വാസിയെ സഭയുടെ പ്രധാന കൂദാശയായ തിരുവത്താഴത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ശുശ്രൂഷയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ഥിരീകരണം എന്ന് പറയുന്നത്. അതായത് ഒരു കുഞ്ഞിനെ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയി സ്നാനപ്പെടുത്തുന്ന സമയത്ത് അതിൻ്റെ മാതാപിതാക്കളും സ്ഥാനാർത്ഥികളെ ഏറ്റുപറയുന്ന പ്രതിജ്ഞകളും തീരുമാനങ്ങളും ഉടമ്പടികളും എന്ത് ചെയ്യുന്നു? ഈ അവസാനത്ത് നമ്മുടെ സ്ഥിരീകരണത്തിന് കൺഫർമേഷൻ സമയത്തൂടെ അത് എന്ത് ചെയ്യുന്നു? നമ്മൾ തന്നെ ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് നമ്മൾ പഠിച്ചത്. അതിനകത്ത് പ്രതിജ്ഞ ഉണ്ടായിരുന്നു. 2-3 കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതാണ് സ്ഥിരീകരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ച 9ാമത്തെ പാഠം ആയിരുന്നു ആധുനിക മിഷണറി പ്രസ്ഥാനങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. അതിൻ്റെ അത് കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ തോമസ് അപ്പോസ്തലൻ ഭാരതത്തിൽ വന്നതും അതിൻ്റെ എവല്യൂഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ആധുനിക കാലം അതിൻ്റെ അത് എന്താണ്? യൂറോപ്പിൽ, ഇംഗ്ലണ്ടിൽ അല്ലേ, ഇംഗ്ലണ്ടിലാണ് അതിൻ്റെ കാര്യം ആദ്യം തുടങ്ങിയത്. ഏതാണ്? ഇവാഞ്ചലിക്കൽ അവേക്കനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ഉണർവുണ്ടായതായിട്ടും 19ാം നൂറ്റാണ്ടിൽ ഇത് വീണ്ടും വളരെ പവർഫുൾ ആയതായിട്ടും നമ്മൾ പഠിച്ചു. അതിൻ്റെ അത് പഠിച്ച മിഷണറി പ്രസ്ഥാനങ്ങളുടെ പേരായിരുന്നു ഡാനിഷ് മിഷൻ. 1706 ജൂലൈ 9 തഞ്ചാവൂരിന് സമീപമുള്ള തരങ്കമ്പാടിയിലാണ് ഡാനിഷ് മിഷൻ്റെ ഇന്ത്യയിലെ പ്രവർത്തനം തുടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആ ക്ലാസ്സുകൾ ഞാൻ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ നിങ്ങളതൊന്ന് ഒന്നും കൂടെ കൃത്യമായിട്ടൊന്ന് ഓർത്ത് പഠിക്കുക. പിന്നെ ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റി എന്ന് പറയുന്ന 1793 നവംബർ 11-ാം തീയതിയാണ് വടക്കേ ഇന്ത്യയിലെ ആദ്യ മിഷണറിയും ആധുനിക സുവിശേഷ യത്നങ്ങളുടെ പിതാവുമായ വില്യം കേറി കൽക്കട്ടയിൽ എത്തിച്ചേർന്നതിലൂടെയാണ് ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റി എന്ത് ചെയ്യുന്നത്? അതും ഇവിടെ പവർഫുൾ ആവുന്നത്. അതിൻ്റെ അകത്ത് വില്യം കേറി, വില്യം വാർഡ്, വാർഷ്മാൻ എന്നീ സെറാംപൂർ ത്രയങ്ങളുടെ പ്രവർത്തനം കിഴക്കൻ ഇന്ത്യയിലെ സുവിശേഷീകരണത്തിൻ്റെ വ്യാപനത്തെ സഹായിച്ചതായിട്ട് നമ്മൾ കണ്ടു. പിന്നെയാണ് ലണ്ടൻ മിഷണറി സൊസൈറ്റിയെക്കുറിച്ചാണ് 1795 സ്ഥാപിതമായ LMSൻ്റെ ഭാരതത്തിലെ ആദ്യത്തെ മിഷണറിയായ നഥാനിയേൽ ഫോർസിത്ത് 1792 കൽക്കട്ടയിലെ ചിൻസുഡായിൽ എത്തിയതായിട്ടും തിരുവിതാംകൂറിലെത്തിയ ആദ്യ LMS മിഷണറി റിങ്കൽ ടോബെ ആയിരുന്നെന്നും ഇവരൊക്കെ വന്നത് ശരിക്കും ആദ്യം വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ നവോത്ഥാനം, സ്വയം തൊഴിൽ എന്നീ മേഖലകളിലാണ് LMS മിഷണറിമാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പിന്നെയാണ് ചർച്ച് മിഷണറി സൊസൈറ്റി അഥവാ CMS എന്ന് പറയുന്നത്.
1813 ബോംബെയിലാണിത് ആരംഭിച്ചതായിട്ട് നമ്മൾ കണ്ടു. പിന്നെയാണ് അത് കേരളത്തിലേക്ക് വന്നത്. കൊച്ചിൻ മഹായിടവകൾ ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശത്തായിരുന്നു CMSൻ്റെ മിഷണറി പ്രവർത്തനം നമ്മളന്ന് കണ്ടു. പിന്നെയാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി. 1834 മംഗലാപുരത്താണ് ബാസൽ മിഷൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാഭ്യാസം, തൊഴിൽ, സുവിശേഷീകരണം ഇതൊക്കെയായിരുന്നു അതിൻ്റെ അത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പിന്നെയുള്ളതാണ് മിഷണറി ഐക്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. 1908 മിഷണറി പ്രസ്ഥാനങ്ങളായ LMS, ദി അമേരിക്കൻ ബോർഡ് ഓഫ് കമ്മീഷണേഴ്സ് ഫോർ ഫോറിൻ മിഷൻ തുടങ്ങിയവ ചേർന്ന് SIUC രൂപീകരിച്ചതായിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് കണ്ടു. പിന്നെ നമ്മൾ 10ാമത്തെ പാഠത്തിൽ കണ്ടത് LMS അഥവാ ലണ്ടൻ മിഷണറി സൊസൈറ്റിയെക്കുറിച്ചായിരുന്നു പഠിച്ചത്. 1795 സെപ്റ്റംബർ 29 തിങ്കളാഴ്ച വൈകുന്നേരം ലണ്ടനിലെ ഡേവിഡ് ബോഗ് എന്ന സഭാ ശുശ്രൂഷകനാണ് LMSന് രൂപം നൽകിയെന്നുള്ള പേര് നമ്മളത് പഠിച്ചിരുന്നു. ആ പേര് മറന്നേക്കരുത് കേട്ടോ. ഡേവിഡ് ബോഗ് എന്ന് പറയുന്ന സഭാ ശുശ്രൂഷകനാണ് ഇതിന് രൂപം നൽകിയത്. പിന്നെ 1796 ഇന്ത്യയിലെ കൽക്കട്ടയിൽ എത്തിച്ചേർന്ന ഭാരതത്തിലെ ആധുനിക മിഷണറി പ്രവർത്തനങ്ങളുടെ വഴികാട്ടിയും മാർഗദർശിയുമായിരുന്ന വില്യം ഗേറിയുടെ ഒരു കത്താണ് മിഷണറി പ്രവർത്തനത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചതെന്നാണ് നമ്മൾ അതിനകത്ത് പഠിച്ചായിരുന്നു. പിന്നെ അന്ന് മിഷണറി പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് എന്താണ്, ക്യാപ്റ്റൻ വിൽസൺ ആയിരുന്നു ദ ഡഫ് എന്ന ചെറുകപ്പലിൽ 30 സഹപ്രവർത്തകരോടൊപ്പം പസഫിക് ദ്വീപുകളിലേക്ക് ആരംഭിച്ച യാത്രയായിരുന്നു. പിന്നെ LMS ഇന്ത്യയിൽ, LMS തിരുവിതാംകൂറിൽ, LMSൻ്റെ രൂപമാറ്റങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലണ്ടൻ മിഷണറി സൊസൈറ്റിയിൽ നമ്മൾ പഠിച്ചത്. അതിൻ്റെ കുറച്ച് പോർഷൻസ്, അതിൻ്റെ ആൻസർ മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെയുള്ളതായിരുന്നു പാഠം 11 ബിഷപ്പുമാർ എന്ന് പറഞ്ഞിരിക്കുന്ന അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ബിഷപ്പ്മാർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എടുത്ത പോർഷനല്ല. അതിപ്പോൾ സാറ് ജസ്റ്റ് ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഓവറോളായിട്ടൊന്ന് പറഞ്ഞു തരാം. അതായത് ബിഷപ്പ് എന്ന വേർഡിൽ നിങ്ങൾ ബിഷപ്പന്മാരെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിഷപ്പ് എന്ന് പറയുന്നത് ആരാണ്? റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് തിരുമേനിയാണ്. അപ്പോൾ ഓർക്ക് അച്ഛന്മാർ പട്ടം കിട്ടിക്കഴിഞ്ഞാൽ പള്ളിയിലെ ശുശ്രൂഷകനാകുന്ന, സഭാ ശുശ്രൂഷകനാകുന്ന പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാർക്ക് റവറൻഡ് എന്ന് പറയുന്ന REV, റവ എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ റവ കുത്ത് അങ്ങനെ എഴുതുന്നത്, റവറൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബഹുമാനാർത്ഥം വിളിക്കുന്ന അങ്ങനെ ഒരു പദവിയോട് കൂടിയാണ് റവറൻ എന്ന് വിളിക്കുന്നത്. ബിഷപ്പുമാരായിട്ട് അവരിൽ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ചതിന് ശേഷം റൈറ്റ് RT കുത്ത് നേടും. മനസ്സിലായോ? REV, റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് ബിഷപ്പ് അല്ലെങ്കിൽ തിരുമേനി എന്നാണ് വിളിക്കുന്നത്. ബിഷപ്പ്മാർ എന്നുള്ള 11ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദക്ഷിണേന്ത്യ സഭയിലെ ബിഷപ്പ്മാരെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് പഠിക്കുന്നത്. ബിഷപ്പ് എന്നുള്ളൊരു വേർഡ്സ്, അതായത് ഒരു കൂട്ടം സഭകളെയും മഹായിടവകളെയും അതിലുൾപ്പെടുന്ന സ്ഥാപനങ്ങളെയും ആത്മീയവും ഭൗതികവുമായി നയിക്കുന്ന വ്യക്തിയാണ് മേൽപ്പട്ടക്കാരൻ അഥവാ ബിഷപ്പ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ബിഷപ്പിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ബിഷപ്പിനെ കണ്ടിട്ടുള്ള നമുക്ക് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ വരുന്നതാണ്. അപ്പം ഏറ്റവും ഒരു ഉന്നതമായ സ്ഥാനമാണ് നമ്മൾ ബിഷപ്പ്മാർക്ക് കൊടുക്കുന്നത്, അല്ലേ? അപ്പോഴത്തേക്കിനും ഈ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവരുടെ കീഴിൽ ഒന്നിലേറെ സഭകളുണ്ടാകും, അല്ലേ? അപ്പോൾ നമ്മളിവിടെ നമുക്ക് ഇഷ്ടംപോലെ ധാരാളം സഭകളുണ്ട്. നമ്മുടെയാണെങ്കിൽ ഇപ്പോൾ ഈസ്റ്റ് ഡയസസ് എന്ന് പറയുന്ന ഈസ്റ്റ് കീഴിൽ കുറേ സഭകളുണ്ട്, വിശ്വാസികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ ഒരു ആത്മീയ ഭൗതികമായ കുറേ സമൂഹങ്ങളുമുണ്ട്. ഇവയെല്ലാം നയിക്കുന്ന മേൽപ്പട്ടക്കാരൻ അല്ലെങ്കിൽ വ്യക്തിയെ പറയുന്ന പേരാണ് ബിഷപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച്, അതായത് പാരമ്പര്യം അനുസരിച്ച് ജെറുസലേം സഭയിലെ യാക്കോബാണ് ആദ്യത്തെ ബിഷപ്പായിട്ട് പറയുന്നത്. അത് പഠിച്ചോളാം കേട്ടോ. ജെറുസലേം സഭയിലെ യാക്കോബാണ് ആദ്യത്തെ ബിഷപ്പായിട്ട് നമ്മൾ അംഗീകരിച്ചു പോകുന്ന. അപ്പോസ്തല പ്രവൃത്തികൾ 11:30, 15:22 പറയുന്നുണ്ട്. അപ്പോസ്തല പിതാക്കന്മാരുടെ 1-ാം നൂറ്റാണ്ടിലെ എഴുത്തുകളിലും അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് എന്ന സഭാപിതാവിൻ്റെ എഴുത്തുകളിലും ബിഷപ്പിൻ്റെ പ്രാധാന്യത്തെയും കർത്തവ്യത്തെയും കുറിച്ച് വിവരിക്കുന്നു. അപ്പം പിന്നെ നമുക്കറിയാം ബിഷപ്പ്മാരുടെ ഹെഡ്, അല്ലേ?
ബിഷപ്പ്മാരുടെയൊക്കെ ടോപ്പായിട്ട് വരുന്ന ആളാണ് ആര്? മോഡറേറ്റർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ RC സമൂഹം, റോമൻ കാത്തലിക്, അങ്ങനെ കാത്തലിക് സമൂഹമാണെങ്കിൽ അവർക്ക് പോപ്പ് അല്ലെങ്കിൽ മാർപ്പാപ്പ എന്ന് പറയുന്നത് നമ്മൾ നിങ്ങളൊരുപക്ഷെ മീഡിയകളിലും പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ളതാവാം അങ്ങനെയുള്ള ആളെ വിളിക്കുന്നത്. അപ്പം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലും പിന്നെ ശ്രീലങ്കയിലുമുള്ള കോൺഗ്രിഗേഷൻ സഭകൾ ഇത് പഠിച്ചോളുക. പ്രസ്ബിറ്റേറിയൻ സഭകൾ, ബാസൽ മിഷൻ സഭകൾ, ആംഗ്ലിക്കൻ സഭകൾ, മെത്തഡിസ്റ്റ് സഭകൾ എന്നിവ ചേർന്ന് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ദക്ഷിണേന്ത്യ സഭ അഥവാ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ദക്ഷിണേന്ത്യ സഭയുടെ ഇംഗ്ലീഷാണ് CSI, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. സൗത്ത് എന്ന് പറഞ്ഞാൽ ദക്ഷിണം അല്ലേ, പഠിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇവ ചേർന്ന് ദക്ഷിണേന്ത്യ സഭ അഥവാ CSI ആയിട്ട് രൂപപ്പെട്ടപ്പോൾ ആംഗ്ലിക്കൻ പാരമ്പര്യത്തിലെ ബിഷപ്പ് പരിപാലന രീതി അനുസരിച്ച് ഭരണഘടനാ അടിസ്ഥാനത്തിൽ CSI സഭ രൂപീകരിച്ചു. നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു നിയമാവലി ഉണ്ട്. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഭരണഘടന എന്ന് അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ദക്ഷിണേന്ത്യ സഭയിൽ 14 മഹായിടവകളിലായിട്ട് 14 ബിഷപ്പ്മാരുണ്ടായിരുന്നതായിട്ട് പറയുന്നു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ 1959 ജൂൺ 2 പുനഃസംഘടിപ്പിച്ചപ്പോൾ ദക്ഷിണ തിരുവിതാംകൂർ മഹായിടവക, കന്യാകുമാരി, ദക്ഷിണ കേരള മഹായിടവക എന്നിവയായിട്ട് 3ആയിട്ട് വിഭജിക്കുന്നതായിട്ട്, ഡിവൈഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ എന്താണ് ചെയ്തത്? മഹായിടവ കൗൺസിലിൻ്റെ പ്രത്യേക യോഗം യോഗ്യരായ 4 പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുകയും തുടർന്ന് സിനഡ് നിയോഗിക്കുന്ന സബ് കമ്മിറ്റി ഒരാളെ ബിഷപ്പായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതിനാണ് നിലവിലുള്ള രീതി. അതായത് ഇതെല്ലാം നമ്മളിപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഈസ്റ്റ് കേരളയുടെ ഇപ്പോഴത്തെ ബിഷപ്പായ റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് ബിഷപ്പിനെ തിരഞ്ഞെടുത്ത സമയം നമുക്കറിയാം. നമ്മുടെ കൗൺസിൽ വിജയിപ്പിക്കുന്ന ക്വാളിഫൈഡ് ആകുന്ന 4 അച്ഛന്മാരെ നമ്മൾ നോമിനേറ്റ് ചെയ്യും. അവർ സിനഡാണ് അതിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറേ മാനദണ്ഡങ്ങളുടെ അല്ല വ്യവസ്ഥകളുടെ ഇതിൽ ഒരാളെ അവരെന്ത് ചെയ്യും, ബിഷപ്പായിട്ട് വാഴിക്കുന്നതാണ്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഇവിടെ കത്തീഡ്രൽ പള്ളി വെച്ച് അവരെ വാഴിക്കും. ഇതാണ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഈ മറ്റ് ബിഷപ്പ്മാരുടെ സഹകരണത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പുതിയതായിട്ട് എലക്ട് ചെയ്യുന്ന ബിഷപ്പിനെ സ്ഥാനാരോഹണം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ ദക്ഷിണ കേരള മഹായിടവയ്ക്ക് നേതൃത്വം നൽകിയ ബിഷപ്പ്മാരെ കുറിച്ചാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആളാണ് മോസ്റ്റ് റവറൻഡ് ആർണോൾഡ് ഹെൻറി ലെഗ് എന്ന് പറയുന്നത്, AH ലെഗ് എന്ന് പറയുന്നത്. 5/8/1899 മുതൽ 1980 മാർച്ച് 31 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലയളവെന്ന് പറയുന്നത്. ഓക്കെ, 1899 ഓഗസ്റ്റ് 5 ഇംഗ്ലണ്ടിലെ ഡെർബിയിലാണ് ജനിച്ചത്. സൈനിക പരിശീലനം ലഭിച്ച ലെഗ് എന്ന ഈ ബിഷപ്പ് റെയിൽവേയിലെ ഉദ്യോഗസ്ഥനായി ഇദ്ദേഹം പ്രവർത്തിച്ചു. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും BA MA ബിരുദങ്ങൾ സമ്പാദിച്ചു. 1924 LMSൻ്റെ മിഷണറിയായി തിരുവനന്തപുരത്തെത്തി ഇദ്ദേഹം മോസ്റ്റ് റവറൻഡ് AH ലെഗ് എന്ന് പറയുന്ന ഇദ്ദേഹം. അപ്പോൾ ദക്ഷിണേന്ത്യ സഭ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തി ആയി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതായിട്ട് നമ്മൾ പറയുന്നു. സുവിശേഷീകരണം, സാഹിത്യ പ്രവർത്തനം, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ ഇവ ശക്തമാക്കി. മിഷൻ പ്രവർത്തനങ്ങൾ, സ്വതന്ത്രാടനം, സ്വയംഭരണം തുടങ്ങിയ കാര്യങ്ങളിലൂടെ ദക്ഷിണ കേരള മഹായിടവകയിൽ ഭരണഘടന രൂപപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. 81 വയസ്സിൽ 1980 അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യമാണ് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുന്നത്. പിന്നെയുള്ളതാണ് റൈറ്റ് റവറൻഡ് വില്യം പോൾ വാചാലൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ബിഷപ്പ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത്, ഇതിൽ പറയുന്നത് രണ്ടാമത്തെ റൈറ്റ് റവറൻഡ് വില്യം പോൾ വാചാലൻ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 23/8/1910 മുതൽ 1972 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് തിയോഡോർ വാചാലൻ, ശ്രീമതി മേഴ്സി പിലച്ചാൽ എന്നിവരായിരുന്നു. കോഴിക്കോടാണ് ഇദ്ദേഹം ജനിക്കുന്നത്. പിന്നെ എന്താണ്, ബാസൽ മിഷൻ സൂപ്രണ്ടിങ് മിനിസ്റ്റർ, കണ്ണൻമൂല ഐക്യ വൈദിക സെമിനാരി പ്രിൻസിപ്പൽ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു. 1967 ഇദ്ദേഹം ബിഷപ്പായത്. അത് കഴിഞ്ഞ് 1972 നവംബർ 5 പെട്ടെന്നുണ്ടായ ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം ഉണ്ടായി അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. റൈറ്റ് റവറൻഡ് വില്യം
വാചാലൻ എന്ന് പറയുന്ന ബിഷപ്പ്. പിന്നെയാണ് മൂന്നാമത് മോസ്റ്റ് റവറൻഡ് ഐ യേശുദാസൻ എന്ന് പറയുന്ന ബിഷപ്പ്. അദ്ദേഹത്തിന് 1973 മുതൽ 1990 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം 1925 ഫെബ്രുവരി 14-ാം തീയതി അമരവിളയിലെ കരിയത്തോട്ടം കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ പേരൻസ് റവറൻഡ് ജെ ഐശയ്യ, ശ്രീമതി ലിസി എന്നിവരുടെ 6ാമത്തെ മകനായിട്ടാണ് ഈ ബിഷപ്പ് ജനിക്കുന്നത്. അമേരിക്കയിലെ യൂണിയൻ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും STMഉം സെറാംബർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓണറ്റി ഡോക്ടറേറ്റും ഇദ്ദേഹം നേടിയതായിട്ടാണ് പറയുന്നത്. 1953-ലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ആറ്റിങ്ങൽ ബൈബിൾ സ്കൂൾ ആൻഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, വളകത്തെ ഡഫ് സ്കൂള്, ചിൽഡ്രൻസ് ഹോം, ഡേ കെയർ, ടെക്നിക്കൽ സ്കൂള് എല്ലാം തിരുവനന്തപുരം ബേസിലാണ്. കുണ്ടറ ഹോസ്പിറ്റൽ എന്നിവ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി രൂപീകൃതമായതായിട്ടാണ് പറയുന്നത്. പിന്നെ സ്ത്രീകളെ ആദ്യമായി പള്ളിയിൽ അച്ഛന്മാരാക്കുന്നത് ഇദ്ദേഹമാണ്. കേരളത്തിന് പുറത്ത് മിഷൻ പ്രവർത്തനം ആദ്യമായി ആരംഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു കഴിവ് അല്ലെങ്കിൽ ഒരു വലിയൊരു നേട്ടമായിട്ടാണ് കരുതപ്പെടുന്നത്. അടുത്തതാണ് റൈറ്റർ ഡോക്ടർ സാമുവൽ അമൃതം. 1932 മുതൽ 2017 വരെയാണ് അദ്ദേഹത്തിൻ്റെ ടെന്യൂവറായിട്ട് പറയുന്നത്. റവറൻഡ് സോളമൻ അമൃതം, ശ്രീമതി അമ്മാൾ എന്നിവരുടെ മകനായി 1932 ഓഗസ്റ്റ് 19-ാം തീയതി തിരുവനന്തപുരത്ത് പാറശാലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വൈദ്യശാസ്ത്ര പഠനശേഷം സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ്, യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് UTC എന്നിവിടങ്ങളിൽ അധ്യാപകനായിട്ടാണ് ഇദ്ദേഹം പിന്നെ പ്രവർത്തിച്ചത്. ജർമ്മൻ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. മധുരയിലെ തമിഴ്നാട് തിയോളജിക്കൽ സെമിനാരിയിൽ അദ്ദേഹം പ്രിൻസിപ്പളായതായിട്ട് പറയുന്നു. പിന്നെ 1990 മെയ് 20-ന് ദക്ഷിണ കേരള മഹായിടവകയിലെ 4ാമത്തെ ബിഷപ്പായിട്ടാണ് ഇദ്ദേഹം ചുമതല എടുക്കുന്നതായിട്ട് പറയുന്നു. പിന്നെയാണ് നമുക്ക് കേട്ടുള്ള പേരാണ് മോസ്റ്റ് റവറൻഡ് ഡോക്ടർ JW ഗ്ലാസ്റ്റൺ തിരുമേനി. റവറൻഡ് ജെ വിൽസൺ, ജെ മേഴ്സി ദമ്പതികളുടെ മകനായി 1945-ലെ ക്രിസ്മസ് ദിനത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നെ ജർമ്മനിയിലെ ഹാംബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സഭാചരിത്രത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. ഇന്ത്യൻ തിയോളജിക്കൽ ലൈബ്രറി എഡിറ്റർ, സെനറ്റ് ഓഫ് സെറാംബർ പ്രസിഡൻറ്റ് തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. 2010 ഡിസംബർ 25-ന് ഔദ്യോഗിക സേവനത്തിൽ നിന്ന് വിരമിച്ചതായിട്ട് പറയുന്നു. പിന്നെയുള്ളതാണ് റൈറ്റ് റവറൻഡ് A ധർമ്മരാജ് റസാലം. ഈ തവണ നമ്മുടെ ബിഷപ്പിനെ വാഴിക്കുന്നതിന് വേണ്ടി ഈ തിരുമേനി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വിഴിഞ്ഞത്തിനടുത്തുള്ള കല്ലുവെട്ടാൻകുഴി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരൻസ് ശ്രീ ജെ ആൽബർട്ട്, ശ്രീ ജെ സുമംഗലാഭായ് എന്നിവരുടെ മകനായിട്ടാണ് 1956 ജനിക്കുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസ് ചെറുവാരക്കോണം, ബിഷപ്പ് യേശുദാസൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുളയറ എന്നിവ ആരംഭിച്ചു. അത് ഇദ്ദേഹത്തിൻ്റെ വലിയ നേട്ടമാണ്. ദക്ഷിണ കേരള മഹായിടവയിലെ വടക്കൻ ഏരിയ ഉൾപ്പെടുത്തി CSIയിലെ കൊല്ലം കൊട്ടാരക്കര മഹായിടവ ആരംഭിച്ചത് ഈ റൈറ്റ് റവറൻഡ് A ധർമ്മരാജ് റസാലൻ ബിഷപ്പ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. പിന്നെയുള്ള നമ്മൾ പാഠം 12 പഠിച്ചത്. പാഠം 12 എന്ന് പറയുന്നത് ആത്മീയത പ്രായോഗികത എന്നാണ്. അതായത് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ആത്മീയത ഹൗ പുട്ട് ഇൻ ടു ആക്ഷൻ, എങ്ങനെയാണ് നിലവിൽ നടപ്പിൽ വരുത്തുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. നെബൂഖദ്നേസർ രാജാവിൻ്റെ കൂടെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, യെരുശലേമിൽ നിന്നും ദാനിയേലിനെയും കൂട്ടരെയും തടവുകാരായി പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമ്മൾ പഠിച്ചു. 3 കൂട്ടുകാരുണ്ടായിരുന്നു, ശത്രുഘ്ന, മേശക്, അബേദ്നെഗോ. ടോട്ടൽ 4 പേരായിരുന്നു അവർ. പിന്നെ എന്ത് ചെയ്യുന്നു, അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടുത്തെ രാജാവ് കഴിക്കുന്ന ആഹാരം ഇവരോടും കഴിക്കാനായിട്ട്, ഇവർക്കും കൊടുക്കാനായിട്ട് പറഞ്ഞു. പക്ഷേ ഇവർ പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് നോക്കാൻ ഏൽപ്പിച്ച ആളോട് പറയുന്നു ശാഖപദാർത്ഥവും പച്ചവെള്ളവും അനുവദിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ രാജാവിനെ ഈ ഷണ്ഡാദേവിന് ഭയങ്കര പേടിയായിരുന്നു. എന്നാലും 10 ദിവസം തങ്ങൾക്ക് ശാഖപദാർത്ഥം തന്ന് പരീക്ഷിക്കാൻ ദാനിയേൽ അപേക്ഷിച്ചത് അദ്ദേഹം സമ്മതിക്കുന്നതും 10 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ദാനിയേലും കൂട്ടർ അഴകുള്ളവരും പുഷ്ടിയുള്ളവരുമായി കാണപ്പെട്ടതായിട്ടും അതിൽ പറയുന്നുണ്ട് അല്ലേ. പിന്നെ ഒരു ഉപമ നമ്മൾ പറയുന്നതായിട്ട് കണ്ടു. അതായത് തോട്ടത്തിൽ പോയി അപ്പൻ 2 മക്കളോട് വേല ചെയ്യാൻ പറയുന്നു. ഒന്നാമത്തവൻ തടസ്സം പറഞ്ഞെങ്കിലും പിന്നെ അപ്പൻ അനുസരിക്കുന്നു. രണ്ടാമത്തവനായിട്ട് ആദ്യം സമ്മതിക്കുന്നെങ്കിലും പിന്നെ അനുസരിക്കുന്നില്ല. അപ്പോൾ ആരാണ് അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്, അതാണ് നമ്മൾ അതിൽ നിന്ന് പഠിച്ചത്. ആത്മീയത പ്രായോഗികത എന്ന് പറഞ്ഞിരുന്നു.
പിന്നെ അതിൻ്റെ പറഞ്ഞത് എളിയവരോടുള്ള ഉത്തരവാദിത്വം എന്നുള്ള ഒരു പോർഷനാണ് പിന്നെ നമ്മൾ പഠിച്ചത്. അതിൻ്റെ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതെന്ന് നമ്മൾ പറയുന്നു. അതായത് കൂടുതലുള്ള ആളുകൾ, ഒട്ടും സാമ്പത്തിക അല്ലെങ്കിൽ സ്വത്തൊന്നും ഇല്ലാത്ത ആളുകൾ, ഇങ്ങനെ 2 കാറ്റഗറിയിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നതായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ? 3 എക്സാമ്പിൾസ് അതിനകത്ത് പഠിച്ചിരുന്നു. 100 ആടുണ്ട്, അതിൽ ഒരെണ്ണത്തെ കാണാതെ പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? 99 വിട്ടിട്ട് ആ മിസ്സായതിനെ, അല്ലേ, കാണാതെ പോയതിനെ കണ്ട് കിട്ടുന്നവരെ സെർച്ച് ചെയ്തതായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അവസാനം കിട്ടുന്നു, ഒരു സ്ത്രീയുടെ 10 ദിരഹ്മകളൊന്ന് കാണാതായി. അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി സൂക്ഷ്മതയോടെ അന്വേഷിച്ചു. ദിരഹ്മ കണ്ടുകിട്ടി. സ്ത്രീ അയൽക്കാരെ സ്നേഹിതരെ വിളിച്ചു കൂട്ടി അവരുമായി സന്തോഷിക്കുന്നു. അങ്ങനെ ഒരു ഇതാണ് നമ്മൾ പഠിച്ചു. പിന്നെ എന്ത് ചെയ്യുന്നു? 2 പുത്രന്മാരിൽ ഒരു മനുഷ്യന് 2 പുത്രന്മാരിലെ ഇളയവൻ തൻ്റെ സ്വത്ത് അപ്പനോട് നിർബന്ധമായിട്ട് ചോദിച്ചു വാങ്ങി അത് മിസ്യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ദാരിദ്ര്യം വർദ്ധിച്ചപ്പോൾ അവൻ അപ്പൻ്റെ അടുത്തേക്ക് തിരികെ വന്നു. അവൻ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. അവൻ തിരികെ വന്നതിൽ സന്തോഷിച്ച് ഒരു വലിയ വിരുന്ന് നൽകുന്നു. എന്ന് പറഞ്ഞാൽ കാണാതെ പോയതിനെ തിരിച്ച് കിട്ടുമ്പോൾ സന്തോഷിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ അതിൻ്റെ അത് പഠിച്ചത്. പിന്നെയുള്ള അടുത്ത 14-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നീതിന്യായമായിരുന്നു. അത് നീതിന്യായം എന്ന് പറയുന്നത് ഓർക്കുന്നുണ്ടോ? ഒരു 2 സ്ത്രീകൾക്ക് എന്ത് ചെയ്തു? ഒരേ സമയം 2 കുഞ്ഞുങ്ങളുണ്ടാകുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഒരു സ്ത്രീ മറ്റൊരു സ്വന്തം കുഞ്ഞിൻ്റെ മുകളിലേക്ക് കിടന്ന കുഞ്ഞ് മരിച്ചു പോകുന്നതും, എന്നാൽ മറ്റേ സ്ത്രീ അറിയാതെ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിടത്തുന്നു. അവസാനം അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. രാജാവിൻ്റെ അടുത്ത് എത്തുന്നു. രാജാവ് പറയുന്നത് എന്താണ്? ഒരു വാൾ കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ ഡിവൈഡ് ചെയ്ത് 2 പേർക്കും കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ അമ്മ വേണ്ട, അവൾ എടുത്തോട്ടെ എന്ന് പറയുന്നു. അപ്പം മറ്റേ സ്ത്രീ അത് ഡിവൈഡ് ചെയ്യണമെന്ന് തന്നെ പറയുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒറിജിനൽ അമ്മയെ കണ്ടെത്തിയ രാജാവിൻ്റെ നീതി ബോധത്തെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചുമാണ് നമ്മൾ അന്ന് അതിൻ്റെ അകത്ത് പഠിച്ചത്. പിന്നെ അവസാനത്തെ 15-ാമത്തെ പാഠം എന്ന് പറയുന്നത് പ്രയോജനമുള്ളവരായിരിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചത്. പാഠം 15 പ്രയോജനമുള്ളവരായിരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ അടുത്ത ചാപ്റ്റർ. നമ്മളത് നോക്കിയ പാഠമല്ല. ക്രിസിമോറ്റീസ് എന്ന ഗ്രീക്ക് പദത്തിനും യൂട്ടിലിറ്റാസ് എന്ന ലത്തീൻ പദത്തിന് സമാനമായ ആംഗലേയ പദമാണ്, അത് ഇംഗ്ലീഷ് പദമാണ്. യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്നൊരു വേർഡല്ലേ. പ്രയോജനം എന്നാണ് ഈ പദത്തിൻ്റെ മലയാള അർത്ഥം. അപ്പം നമ്മുടെ ബൈബിളിൽ, പുതിയ നിയമത്തിൽ ധാരാളം ലേഖനങ്ങളുണ്ട്. അതിലേറ്റവും ദൈർഘ്യം കുറഞ്ഞൊരു ലേഖനമാണ് ഫിലേമോന് എഴുതിയ ലേഖനം എന്ന് പറയുന്നത്. ഇതിൻ്റെ അത് ഈ ഒനേസിമോസ് എന്ന പേരുള്ള ഒരു അടിമ ഈ ജയിലിൽ കഴിയുന്നു. തടവിൽ കഴിയുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലനോട് യാത്ര പറഞ്ഞ് തൻ്റെ യജമാനനായ ഫിലോമൻ്റെ അടുക്കിലേക്ക് പോയപ്പോൾ പൗലോസ് ഒരു ലെറ്റർ കൊടുത്തു വിടുന്നു. അതായത് പൗലോസും ഈ ഒനേസിമോസും എന്ത് ചെയ്യുന്നു? തടവറയിൽ കഴിയുന്നു. അപ്പോഴത്തേനും ഇതേ ഒരു അടിമയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അടിമ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കാണാനൊന്നും കഴിയുന്ന സിസ്റ്റമല്ല അത് റോമ ഭരണകൂടത്തിലൊക്കെ നേരത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കറുത്തവർക്കരായ ആളുകളെ ഇവർ ജോലി ചെയ്യാൻ വേണ്ടി അടിമകളായി പിടിച്ചുകൊണ്ട് വരും. അവർക്ക് കാര്യമായിട്ട് ഫുഡൊന്നും കഴിക്കാൻ കൊടുക്കുന്നൊന്നുമില്ല, എപ്പോഴും ജോലി ചെയ്യണം. പുറത്ത് ചാട്ടയൊക്കെ വെച്ച് അടിയൊക്കെ കൊടുക്കും. നമ്മൾ ഈ സാധാരണ എന്താണ് പറയുന്നത്, ഈ കാളയും കൊണ്ടൊക്കെ എന്താ പറയുന്നത്, നമ്മുടെ കണ്ടമൊക്കെ പൂട്ടാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ധാരാളം അടിയൊക്കെ കൊടുക്കാറുണ്ട്, അതിനെ ദ്രോഹിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അടിമകൾ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം വേലക്കാർ പോലെ കൊണ്ടുപോകുന്ന ആളുകളാണ്. അപ്പം അങ്ങനെ പാവപ്പെട്ട ആളുകളെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ഈ അടിമകൾക്ക് ഒരു കാരണവശാലും യജമാനൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട് പോകാൻ പറ്റത്തില്ല. ഇൻ കേസ് എങ്ങനെയും ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, അവൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ശിക്ഷയാണ് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ അത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു ഈ അടിമ ഇവിടെ ജയിലിൽ കിടക്കുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് പറയുന്നില്ല, റീസൺ പറയുന്നില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇയാൾ ഓടിപ്പോയിട്ടാവാം. മനസ്സിലായോ? ഓടിപ്പോയതുകൊണ്ടാവാം ഒരുപക്ഷെ പിടിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ ജയിലിലാക്കിയിരുന്ന ഇദ്ദേഹത്തോട് പൗലോസ് ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും സുവിശേഷമെന്ന് പറഞ്ഞ് ഇദ്ദേഹം മാനസാന്തരപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഒളിച്ചോടിപ്പോയ അടിമയായിട്ടല്ല തിരിച്ച് ഇദ്ദേഹം ആരുടെ അടുത്തേക്ക് പോകുന്നത്? ഫിലോമോൻ്റെ അടുത്തേക്ക് ഒനേസിമോസ് പോകുന്ന സമയത്ത് പൗലോസ് ഒരു കത്ത് കൊടുത്തു വിടുകയാണ്. എന്താ കൊടുത്തു വിടുന്നത്? ഇദ്ദേഹം പഴയ ആ അടിമയല്ല, പിന്നെ എന്താണ്,
ക്രിസ്തുവിനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അറിഞ്ഞിട്ടുള്ള ഒരു വളരെ മിടുക്കനായ ഒരു മാനസാന്തരപ്പെട്ട ഒരു ആളായിട്ടാണ് തിരിച്ചു വരുന്നത് എന്ന്. അതുകൊണ്ട് പൗലോസിനും പ്രയോജനകരമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. തിരിച്ചടിമയായിട്ടല്ല പോകുന്നത്. അത് അങ്ങനെ വരുമ്പോൾ യേശു ശിഷ്യന്മാർ ഒരിക്കൽ ബെഥാനിയിൽ നിന്നും മടങ്ങുന്ന വഴിയിൽ യേശുവിന് വിശന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ അടുത്തൊരു അത്തിമരം നിൽക്കുന്നു. അതിൽ എന്തെങ്കിലും കഴിക്കാൻ കാണുന്നതുകൊണ്ട് യേശു ശിഷ്യന്മാരോട് ഇതിൽ നേരെ ചെന്ന് നോക്കുമ്പോൾ അതിൽ ഇലയില്ലാതെ ഒന്നും കാണത്തില്ല. അങ്ങനെ വന്ന സമയത്ത് യേശു എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അതിലേക്ക് നോക്കി, ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതിരിക്കട്ടെ എന്ന് യേശു അത്തിമരത്തെ ശപിച്ചു. ആ ക്ഷണത്തിൽ തന്നെ എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത്തിമരം ഉണങ്ങിപ്പോയതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ദൈവത്തിന് പ്രയോജനമുള്ള ആളായി തീരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമാണ്. പരസ്പരം ആശ്രയിക്കാതെയും പ്രയോജനപരമായി ജീവിക്കാതെയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഉപകാരമുള്ളവരാവണമെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നത്. ഇതിൻ്റെയും ആൻസേഴ്സ് ഞാനിതിനകത്ത് ഫോട്ടോ എടുക്കുന്നത് തരുന്നതായിരിക്കും. അപ്പോൾ ഏറെക്കുറെ 15 പാഠങ്ങളാണ് നമ്മളിപ്പം എമർജൻസി ആയിട്ട് നമ്മൾ റിവിഷൻ ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് നിങ്ങൾ ഹെഡ്ഫോണോ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിലായിട്ടോ ഇത് വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇത് കാണുക. കൃത്യമായിട്ട് റിവിഷൻസ് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ എക്സാം നന്നായിട്ട് എല്ലാവരും എഴുതട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ മിടുക്കരായിട്ട് കോവിഡുകളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് സ്കൂളുകളൊക്കെ റീഓപ്പൺ ചെയ്യാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് തീരട്ടെ എന്ന് സാറ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കണ്ണടച്ച് കൈകൂപ്പി ഇരിക്കുക. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവെ, ഇന്നാണ് സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരു വർഷക്കാലം ദൈവം ഓൺലൈനായി ദൈവം ഈ ഒരു സാഹചര്യത്തിലും സൺഡേ സ്കൂൾ പഠിക്കാനായിട്ട് തന്ന കൃപയ്ക്കായി ദൈവം ഞങ്ങളങ്ങ് നന്ദി കയറ്റുന്നു. നൽകി തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കായി ദൈവം ഞങ്ങൾക്ക് നന്ദി കയറ്റുകയാണ്. തുടങ്ങാവുന്ന എക്സാമിൽ വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കുവാൻ ദൈവം ഞങ്ങൾ സഹായിക്കണം. അടുത്ത സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വളരെ നന്നായിട്ട് തന്നെ സൺഡേ സ്കൂൾ ഇത് പാഠം റിവിഷൻ കേട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും സമ്മാനമൊക്കെ കിട്ടട്ടെ. അപ്പോൾ എല്ലാവരും സാറിനെയും പ്രാർത്ഥനയിൽ ഓർക്കുക, കൂട്ടുകാരെ ഓർക്കുക, സംസ്കൃത ടീച്ചേഴ്സിനെ എല്ലാവരും ഓർക്കുക. എത്രയും വേഗം പള്ളിയിലേക്ക് തുടർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാവരും നന്നായിട്ട് സേഫായിട്ടിരിക്കട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.